20 കളർ 10 മണി ചെടികളുടെ മിക്സർ കട്ടിംഗ്സ് അടങ്ങിയ അടിപൊളി ഒരു കോംബോ പാക്ക് റെഡി ആയിട്ടുണ്ട്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഓർഡർ കൺഫേം ചെയ്യുക. പിന്നെ നിങ്ങളോട് ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യം പറയാനുള്ളത്, 100 രൂപക്കും 200 രൂപക്കും 20 കളറും 25 കളറും ഒക്കെ 10 മണി ചെടികൾ എന്റെ കയ്യിലില്ല. ഞാൻ മാന്യമായ വില വാങ്ങിച്ച് ഇളം കട്ടിംഗ്സുകൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. 10 മണി ചെടികൾ വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിലും വാങ്ങിക്കാം. എന്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വിലക്കുറവ് കണ്ട് കുറഞ്ഞ വിലയ്ക്ക് 10 മണികൾ വാങ്ങി ചതിക്കപ്പെടരുത്. ചെറിയ വിലയിൽ 10 മണി ചെടികൾ സെയിൽ ചെയ്യുന്ന കുറെ പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് ചീപ്പായ റേറ്റിൽ നിങ്ങൾക്ക് ചെടികൾ നൽകുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണോ? ഒരിക്കലുമല്ല. ഇതിന്റെ യാഥാർത്ഥ്യം ഇതാണ്. 10 മണി ചെടികൾ നമുക്ക് പെട്ടെന്ന് വളർത്താൻ പറ്റുന്നവയാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇവ നട്ടുകഴിഞ്ഞ് ഒരു നിശ്ചിത സമയം കൊണ്ട് സെയിൽ ചെയ്ത് തീർത്തില്ലെങ്കിൽ ആ ചെടികൾ പെട്ടെന്ന് മൂപ്പത്തി പതിയെ നശിച്ചു തുടങ്ങും. പിന്നെ അതിൽ നിന്ന് കാര്യമായി പൂക്കളോ കട്ടിങ്സുകളോ ഉണ്ടാവില്ല. ഇതുകൊണ്ട് നമുക്ക് നല്ലതല്ലേ, ചെറിയ പൈസക്ക് കിട്ടുമല്ലോ എന്നാലോചിക്കുന്നവരോട്, 10 മണി ചെടികൾ ഹെൽത്തിയായി വളരണമെങ്കിൽ നമ്മൾ നടുന്ന കട്ടിങ്സ് ഇളം പ്രായത്തിലുള്ളവയാകണം. നല്ലപോലെ മൂപ്പത്തിയ കട്ടിങ്സുകൾ നട്ടുകഴിഞ്ഞ് ഒരു 2 ആഴ്ചക്കുള്ളിൽ പതിയെ ശാഖകൾ വന്നു തുടങ്ങും. അവിടെയാണ് പണിയിട്ട് തുടങ്ങുക. ഈ പുതുതായി വന്ന ശാഖകൾ 1-2 ഇഞ്ച് വലുപ്പത്തിൽ വളർന്ന് അവിടുന്ന് മുട്ടുകൾ ഉണ്ടാകും. ഈ മുട്ടുകൾ ഉണ്ടാവുന്നതോടുകൂടി ആ ചെടിയുടെ ആയുസ് എത്തി. പിന്നെ ആ ചെടിക്ക് ഒരു ജീവനില്ലാത്ത അവസ്ഥയാവും. കുറെ കാലം ആ ചെടി ജീവിക്കണോ മരിക്കണോ എന്നുള്ള അവസ്ഥയിലായിരിക്കും. ഇത് കാണുന്ന നമ്മൾ വിചാരിക്കും, നമ്മൾ 10 മണി ചെടികൾ നട്ടതിന്റെയോ അതിനെ പരിപാലിച്ചതിന്റെയോ പ്രശ്നമാണെന്ന് കരുതും. നമ്മൾ നടുന്നത് ഇളം കട്ടിങ്സുകളാണെങ്കിൽ ആ ചെടികൾ വളർന്നു തുടങ്ങിയാൽ അതിൽ നിന്ന് ഒരുപാട് ശാഖകൾ വന്ന് എല്ലാം ഏകദേശം ഒരേ സമയം പൂക്കൾ ഉണ്ടാവും. ഇവയിലുണ്ടാകുന്ന ശാഖകൾ എല്ലാം തന്നെ നല്ല ഹെൽത്തിയുമായിരിക്കും. നമുക്ക് കുറേയേറെ പ്രാവശ്യം കട്ട് ചെയ്ത് നട്ടുകൊണ്ട് വലിയൊരു ഗാർഡൻ ഉണ്ടാക്കിയെടുക്കാം. അനുഭവത്തിൽ നിന്നും പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് ആലോചിക്കൂ, വില നോക്കി പോകുന്നതാണോ മാന്യമായ വില കൊടുത്ത് ഇളം തണ്ടുകൾ വാങ്ങിക്കുന്നതാണോ നല്ലതെന്ന് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണേ.